ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു 2 ചട്നി പൗഡറാണ്. ഇപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഭയങ്കര മഴയാണ്, എപ്പോഴും കറണ്ട് പോകുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ചട്നിയൊക്കെ അരയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് കറണ്ടൊക്കെ പോകുന്നത്. അപ്പോൾ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കി വെച്ചിട്ട് എന്തിൻ്റെ കൂടെ കഴിക്കുമെന്ന് ഓർത്ത് വിഷമിക്കേണ്ട. ഇതുപോലെ 2 ചട്നി പൗഡർ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഏത് സമയവും ഉപയോഗിക്കാൻ പറ്റും. അത് നല്ല ടേസ്റ്റാണ്. ഒന്നൊരു സാധാരണ ഉഴുന്നുപൊടി, മറ്റത് രാമശ്ശേരി ഇഡ്ഡലിക്കൊപ്പം കഴിക്കുന്ന ഉഴുന്നുപൊടി. പക്ഷേ രാമശ്ശേരി ഇഡ്ഡലിക്കൊപ്പം മാത്രമല്ല, നമ്മുടെ സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒപ്പം നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. വീഡിയോ ഫുള്ള് കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, അല്ലെങ്കിൽ ലാസ്റ്റിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകും. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും കമന്റ് കൂടി പറയണം. അപ്പോൾ തങ്കംസ് ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് സാധാരണ ഉഴുന്നുപൊടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ട് വറുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴുകി ഉണക്കി വെച്ച ഉഴുന്നാണ്. അപ്പോൾ തന്നെ കഴുകി ഉണക്കിയെടുത്താലും മതി. നമുക്ക് ഇത് ഈ ചട്ടിയിൽ തന്നെ ഇട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് വെള്ളമൊക്കെ മയമൊക്കെ കളഞ്ഞ് കുറച്ചേറെ സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ കഴുകി ഉണക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനൊരു ചെറിയൊരു കളർ മാറി വരുമ്പോൾ അതിലേക്ക് മുളകും കൂടെ ചേർക്കാം. അല്ലെങ്കിൽ മുളക് പിന്നെ പ്രത്യേകിച്ച് ആദ്യം ഉഴുന്ന് വറുത്ത് മാറ്റി വയ്ക്കുക, പിന്നെ മുളക് വറുക്കുക, പിന്നെ ഉപ്പ് വറുക്കുക, അങ്ങനെയൊന്നും വേണ്ട. നമുക്കൊരു പകുതി ഒരു കളറൊക്കെ ഒന്ന് മാറിയെന്ന് തോന്നുമ്പോൾ അതിലേക്ക് മുളക് ചേർക്കാം. ഞാൻ 2 കാശ്മീരി മുളകും ബാക്കി വറ്റൽമുളകുമാണ് ചേർത്തത്. എരിവിനാവശ്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ അത്രയും മുളകൊക്കെ ചേർക്കാം. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 കാശ്മീരി മുളക് ചേർത്തത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി ഉഴുന്ന് നല്ല ചുമന്ന് വരുന്ന സമയം കൊണ്ട് നമ്മുടെ മുളകും കറക്റ്റായിട്ട് വറുത്ത് കിട്ടും. ഇനി ഈ പൊടിക്ക് ആവശ്യമായ ഉപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഉപ്പ് പ്രത്യേകമായിട്ട് പിന്നെ ചൂടാക്കണ്ട. ഉപ്പ് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ഈ പൊടി കൂടുതൽ നാൾ കേടാകാതെ ഇരിക്കും. അല്ലെങ്കിൽ ഉപ്പിനകത്തൊരു വെള്ളമയം കൊണ്ട് ഈ പൊടി ഒരു വല്ലാതെ ഇങ്ങനെ വെള്ളമയമൊക്കെ പിടിച്ചിട്ട് പെട്ടെന്ന് കേടാകാൻ ചാൻസ് ഉണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ അല്പം കുറഞ്ഞു പോയാലും കൂടി പോകണ്ട. വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അല്പം കൂടെ ചേർക്കാമല്ലോ. അതുകൊണ്ട് ഈ പരുവത്തിന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക. ഇത് തണുക്കുമ്പോൾ പൊടിച്ചെടുക്കാം. എന്നിട്ട് ഇതേ ചട്ടിയിലേക്ക് തന്നെയാണ് ഞാൻ അടുത്ത രാമശ്ശേരി ഇഡ്ഡലിക്കുള്ള ചേരുവകൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു 1/4 കപ്പ് അരിയാണ്. ഇത് ഞാൻ ഈ അരി ഇങ്ങനെയല്ല ഇട്ട് വറുക്കുന്നത്. ഇങ്ങനെ ഇട്ട് വറുക്കുമ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിങ്ങനെ മൊരിച്ചെടുക്കാൻ പ്രയാസമാണ്. അപ്പം നമ്മൾ അതിനായിട്ടൊരു എളുപ്പമാർഗം പറഞ്ഞു തരാം. ഇത് നിങ്ങൾ ആദ്യം ഒന്ന് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടേക്കണം ഈ അരി. എന്നിട്ട് അതൊരു തുണിയിലേക്ക് നിരത്തിയിട്ട് അതിൻ്റെ വെള്ളമയം എല്ലാം കളഞ്ഞതിന് ശേഷം നല്ല ചൂടായ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ആ വെള്ളമയം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വറുക്കണം. നല്ല ചൂടായ ചട്ടിയിൽ കിടന്നിട്ട് ആ അരി എല്ലാം നല്ല ചൂടായി കഴിയുമ്പോഴേക്കും അത് പിന്നെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക. നിരത്തിയിട്ട് കൊടുക്കുമ്പോൾ നല്ല ചൂടിലാണല്ലോ, അപ്പോഴേക്ക് ഈ അരി പതുക്കെ പൊട്ടാൻ തുടങ്ങും. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി നിരത്തിയിട്ട് കൊടുക്കുക. അരി നല്ലതുപോലെ പൊട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കളയാൻ തുടങ്ങും. അപ്പോൾ അന്നേരം ഇത് നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. എന്നിട്ട് പതുക്കെ അടപ്പ് തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അരി എല്ലാം ഒന്ന് അത് മുരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് ചുമപ്പിച്ചെടുക്കുക. കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുക്കുന്ന അരി ആവുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിന് ചെറിയൊരു നനവുള്ളത് കൊണ്ട് ഇത് മൊരിഞ്ഞാണ് കിട്ടുന്നത്, കരിഞ്ഞു പോവില്ല. ഈ ടിപ്പ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഇതാ കണ്ടോ, ഈവനായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ബോയിൽഡ് റൈസ് കൊണ്ട് അരിയുണ്ട ഉണ്ടാക്കുന്നവർക്ക് ഇതേ രീതിയിൽ തന്നെ അരി വറുത്തെടുക്കാം. ഇനി ഇത് തണുത്തിട്ട് പൊടിച്ചെടുക്കാം. ഈ 1/4 കപ്പ് കടലപ്പരിപ്പ് വറുക്കാം. ഇത് ഞാൻ കഴുകി ഉണക്കിയതല്ല, നനഞ്ഞ തുണിയിൽ തുടച്ചെടുത്തതാണ്. അത് നല്ല ചുമക്കൊന്ന് വറുത്തെടുക്കണം. ഇനി നിങ്ങൾക്ക് നല്ല ഇതൊക്കെ വറുത്ത് പരിചയമുള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഉഴുന്ന് ചേർക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് വീഡിയോയിൽ കാണിക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരും കാണും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രത്യേകമായിട്ട് വറുത്തെടുക്കുന്നത്. ഈ ഉഴുന്ന് ഒന്ന് ചെറിയ കളറൊക്കെ മാറി വരുമ്പോൾ നമ്മൾ ആദ്യം ഉഴുന്ന് പൊടിക്ക് ചെയ്ത പോലെ വറ്റൽമുളക് അതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഇതിനും ഞാൻ ഒരു 3, ഇത് അളവ് കൂടുതലായിരിക്കും, അതുകൊണ്ടൊരു 3 കാശ്മീരി ചില്ലിയും ബാക്കി സാധാരണ എരിവുള്ള മുളകുമാണ് ചേർത്തത്. അത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉഴുന്ന് മൂത്ത് വരുന്നതിൻ്റെ കുറച്ച് മുമ്പ് വേണം ചേർക്കാൻ. ഉഴുന്ന് നല്ല ചുമക്കുന്നവരെ വറുക്കണേ. ഈ കറിവേപ്പില ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ജീരകവും 1/2 ടീസ്പൂണ് കറുത്ത എള്ളും. അത് വെളുത്തായാലും കുഴപ്പമില്ല. ഇനി ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇനി ചൂടാക്കാം. ഇതിലേക്ക് നമ്മുടെ
ഉഴുന്നുപൊടിക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വറുത്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ഓഫ് ചെയ്തേക്കുന്ന അത്രയും ആ ചൂടിൽ നല്ല ചൂട് കട്ടിയുള്ള പാത്രമാകുമ്പോൾ ആ ചൂടിൽ തന്നെ ജീരകവും പിന്നെ എള്ളൊക്കെ മൂത്തോളും. എല്ലാം കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് തണുക്കുമ്പോൾ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം വറുത്ത് വെച്ചതാണ്. അതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഇതിനകത്ത് ഒരല്പം കായം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. അപ്പോൾ ഇത് പൊടിക്കാൻ നേരത്ത് ചേർത്താൽ മതിയേ. അപ്പോൾ ഇത് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളമയം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയെടുത്ത് വേണം ഇതെല്ലാം പൊടിച്ചെടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആദ്യം പൊടിക്കേണ്ടത് ഈ നോർമലായിട്ടുള്ള ഇഡ്ഡലിയുടെ പൊടി തന്നെയാണ്. ഇല്ലെങ്കിൽ രാമശ്ശേരി ഇഡ്ഡലിപ്പൊടി ആദ്യം പൊടിച്ചതിന് ശേഷം രണ്ടാമത് മറ്റത് പൊടിക്കുമ്പോൾ അതിലേക്ക് മറ്റേ പൊടിയുടെയൊക്കെ കുറച്ച് സ്വാദ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത് രാമശ്ശേരി ഇഡ്ഡലിയുടെ അത് പൊടിക്കുമ്പോൾ അതിനകത്ത് അല്പം കായവും കൂടെ ചേർക്കണേ. ആദ്യത്തെ സാധാരണ ഉഴുന്നുപൊടിക്കും കായം ചേർത്താലും നല്ല ടേസ്റ്റാണ്. എന്തായാലും നമ്മൾ 2 പൊടി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാനിത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് വീഡിയോ ഡബ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. രാമശ്ശേരി ഇഡ്ഡലിപ്പൊടി നെയ്യും നല്ലെണ്ണയൊക്കെ ചേർത്ത് രാമശ്ശേരി ഇഡ്ഡലിയുടെ കൂടെ കഴിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. വെളിച്ചെണ്ണ ചേർത്താലും നല്ല ടേസ്റ്റാണ്. നമ്മുടെ സാധാരണ ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.